നൂറാം വിക്ഷേപണത്തിലൂടെ ചരിത്രം കുറിക്കാൻ ISRO ഗതിനിർണയ ഉപഗ്രഹം NVS-2 വിക്ഷേപം അല്പസമയത്തിനകം നടക്കും. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നാണ് GSLV F-15 NVS-2മായി കുതിച്ചുയരുക. ചെയർമാനായി V നാരായണൻ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ ദൗത്യം കൂടിയാണിത്. സ്ഥാനനിർണയം, നേവിഗേഷൻ എന്നിവയുടെ കൃത്യതയ്ക്കായി ISRO വികസിപ്പിച്ച 7 ഉപഗ്രഹങ്ങളുടെ ശ്രേണിയാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. വിവരങ്ങളുമായി മഹേഷ് പോലൂർ ചേരുന്നു. മഹേഷ്, വലിയൊരു ചരിത്രത്തിലേക്കാണ് ഇന്ത്യ കാലെടുത്തു വെക്കാൻ പോകുന്നത്. സെഞ്ചുറി അടിക്കാൻ പോവുകയാണ്. അതിന്റെ വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും ആതിര, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ISROയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നിമിഷത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം വിക്ഷേപണത്തിന് രാജ്യം കാത്തിരിക്കുകയാണ്. GSLV F-15 എന്ന് പറയുന്ന റോക്കറ്റാണ്, പടുകൂറ്റൻ റോക്കറ്റാണ് ഈ 100ാം ദൗത്യത്തിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയരാൻ പോകുന്നത്. NVS-2 എന്ന് പറയുന്ന ദിശാനിർണയ ഉപഗ്രഹമാണ് ഈ യാത്രയ്ക്കൊപ്പമുള്ളത്. ഇന്ത്യയുടെ നാവിക് ശ്രേണിയിലെ, ഇന്ത്യയുടെ GPS-ന് സമാനമായുള്ള ഇന്ത്യ വികസിപ്പിച്ച നാവിക് ശ്രേണിയിലെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു ഉപഗ്രഹം കൂടിയാണ്. ഇനി 53 സെക്കൻഡുകൾ മാത്രമാണ്, 50 സെക്കൻഡിൽ താഴെ മാത്രമാണ് 100ാം വിക്ഷേപണത്തിനുള്ളത്. 1979 ഓഗസ്റ്റ് 10 തുടങ്ങിയ ശ്രീഹരിക്കോട്ടയിലെ യാത്ര 45 വർഷങ്ങൾക്കിപ്പുറം 100ാം ദൗത്യത്തിലെത്തി നിൽക്കുകയാണ്. നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഇനിയുള്ളത്. -30 seconds. 30 സെക്കൻഡിൽ താഴെ മാത്രം. -25 seconds. -20 seconds. -15 seconds. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. L40 stages are ignited. +5 seconds. Lift off normal. ലിഫ്റ്റ് ഓഫ് നോർമൽ. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാം വിക്ഷേപണം ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ കരുത്തു പകരുന്ന ഉറച്ച കോട്ടയായി ശ്രീഹരിക്കോട്ട ഒരിക്കൽ കൂടി മാറുകയാണ്. 100ാം വിക്ഷേപണത്തിൽ GSLV റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്നിരിക്കുന്നു. GSLVയുടെ അങ്ങറ്റത്ത് ഏറ്റവും മുകൾ ഭാഗത്ത് പേലോഡ് കമ്പാർട്ട്മെന്റിനകത്ത് NVS-2 എന്ന് പറയുന്ന നാവിക് ശ്രേണിയിലെ ഉപഗ്രഹവും വഹിച്ചാണ് GSLV റോക്കറ്റ് കുതിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ക്രയോജനിക് എഞ്ചിൻ ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയുള്ള GSLV റോക്കറ്റ് ഇത്തവണ 2200-ൽ പരം ഭാരമുള്ള ഉപഗ്രഹത്തെയാണ് വഹിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാം വിക്ഷേപണം യാഥാർത്ഥ്യമായിരിക്കുന്നു. 1979 ഓഗസ്റ്റ് 10 ആദ്യ വിക്ഷേപണം. ആ വിക്ഷേപണം പരാജയമായിരുന്നു. പക്ഷേ ആ പരാജയമൊന്നും നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ തളർത്തിയില്ല. 45 വർഷങ്ങൾക്കിപ്പുറം ഏറ്റവും വിശ്വസ്തമായ ലോഞ്ച് പാഡായി ശ്രീഹരിക്കോട്ട മാറുന്നതാണ് നമ്മൾ കാണുന്നത്. 100ാം വിക്ഷേപണം